സ്വർഗീയ പിതാവേ, നിന്തിരുഹിതോ സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലപ്പാ. രാത്രികാലം സുഖകരമായി ഉറങ്ങുവാൻ സഹായിച്ചല്ലോ. ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയല്ലോ. സ്തോത്രം സ്തോത്രം. തന്ന സൗഖ്യത്തിനായി, സമാധാനത്തിനായി, ദൈവകൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ അപ്പാ. ആ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. ക്ഷീണം ഭാരമൊക്കെ മാറ്റണമേ. ആവശ്യമാർന്ന ആരോഗ്യം ബലവും തരണമേ. കർത്താവേ, ആപത്തനത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിനെ ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും സമർപ്പിക്കുകയപ്പാ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നതെയും ഉള്ളതുപോലെ അറിയുന്നതെയും ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഈ രാവിലെ സമയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ പാദപിടം ചേർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചുവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ലെന്നോടത്ത് വചനമാ കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ എല്ലാ അനുഗ്രഹങ്ങളും തന്നിങ്ങളെ നടത്തുമാറാകണം. ദൈവമായ കർത്താവേ, സമയം ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, ജോലി ചെയ്യുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതദൃശ്യമായി നടത്തിയതെയും പിന്നെയും നടത്തുവാൻ സർവശക്തനാ ബലമുള്ള കാര്യത്തിലോട്ട് ഏൽപ്പിക്കുകയാ. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ അപ്പാ. കൃപയിലങ്ങ് നടത്തണമേ. സ്തോത്രം. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നടത്തണമേ. ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണേ. വചനത്താലും ആത്മാവിനാലും ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഥാവേ, ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണേ. സൗഖ്യത്തോടെ സമാധാനത്തോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 10, 11, 12 മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രികളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ, ദൈവമായ കർത്താവേ, ഈ സമയം OITയും IELTS പഠിക്കുന്നവർ, എൻ്റെ കർത്താവേ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമായ കർത്താവ്, നീറ്റിൻ്റെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവൾ, ഹാലയിൽ മറ്റ് വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടനുസരിച്ച് അവരോട് മനസ്സലിവ് കാണിക്കണേപ്പാ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വഴിവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവമേ, ശത്രു അവരെ കാണാതെ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം പകരുമാറാകണം. അവിടുന്ന് വിശാലമാർന്ന വഴികളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വഴിയായിരിക്കട്ടപ്പാ. അവിടുന്ന് സമാധാനത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. അവർ സ്വസ്ഥരായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. നന്ദി 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 കർത്താവേ, സ്തോത്രം. ഹാലേലൂയ. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് എൻ്റെ സഹായക്കാരൻ ജീവിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് പഠിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം സഹായിക്കണേ അപ്പാ, ശക്തീകരിക്കണേ. പ്രത്യേകിച്ച് നഴ്സസായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. കർത്താവേ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുക. ബന്ധപ്പാടുകൾ ഏറെയാപ്പാ. എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ബന്ധപ്പാടുകളെ അറിഞ്ഞവരെ സഹായിച്ച് ഉള്ളകരത്തിൽ താങ്ങിക്കൊള്ളണമേ അപ്പാ. എൻ്റെ കർത്താവേറിയ പ്രതിഫലം കൊടുത്തവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയപ്പാ. ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, വേദനകളൊക്കെ സ്വർഗ്ഗമെടുത്ത് മാറ്റണമേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് താങ്ങിക്കൊള്ളണമേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാ ആവശ്യം അറിഞ്ഞവരെ മാനിക്കണമേ. കൊച്ചു തലമുറകളെയൊക്കെ വളർത്തിത്തരണേ. ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നവർ സഹായിക്കണേ. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളണമേ അപ്പാ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, സ്തോത്രം സ്തോത്രം അപ്പാ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കുഞ്ഞിന് വഴി തുറന്നു കൊടുക്കണേ അപ്പാ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന അപ്പച്ചാ, അവർക്ക് തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ. അവരെ ചൊല്ലി കരയുന്ന മാതാപിതാക്കൾ ഉണ്ടപ്പാ. അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ആ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജോലിക്കായി കാത്തിരിക്കുന്നവരാ. എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതത്തിന് മേൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നവരെയും പൂർണ്ണമായും വിശ്വസിക്കുന്നപ്പോൾ നീ അത്ഭുതം ചെയ്യണമേ, കരുണ കാണിക്കണമേ. ദൈവമായ കർത്താവെ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ കുടുംബത്തെയും തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. നീ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ, അവരായിരിക്കുന്ന ഇടവും അവസ്ഥയും അറിയാവുന്ന അപ്പച്ചൻ്റെ കരങ്ങളിലടിയെ നീ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗ്ഗവരോട് മനസ്സലിന് അവരുടെ വിഷയത്തിന്മേൽ പരിഹാരമുണ്ടാകണം. സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഭാരം പഴിഞ്ഞ് സ്വസ്ഥരായി ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കർത്താവ് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. കർത്താവേ, ഭവനമില്ലാത്ത പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനം പണിയുന്നവരെ സഹായിക്കണം. ആമേൻ. ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ അപ്പാ. സ്തോത്രം സ്തോത്രം. എൻ്റെ കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ദൈവമേ, നീ അവർക്ക് കൊടുത്ത പൈതങ്ങൾ ഇതിൻ്റെ നടുവിൽ കരയുന്നവരുണ്ട്. ഉള്ളതുപോലെ കാണുന്ന കർത്താവെ, സ്വസ്ഥതയോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ തക്കണം അവസരമൊരുക്കിക്കാട്ട്. സ്വർഗം മാനിക്കണം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനകൾ കേട്ട് മറുപടി അയച്ച ദൈവം ഇന്നും സർവ്വശക്തനാ സ്വർഗം കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അനാഥരെ, വിധവകളെ ഓർക്കുന്ന കർത്താവേ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന സ്വർഗത്തിലെ അപ്പാ, ആശ്വസിപ്പിച്ചു കൊള്ളണമേ അപ്പാ. ഈ സമയം ഹാലിൽ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ചോണേ അപ്പാ. ഒന്നിനും കുറവ് കൂടാതെ വേണ്ടുന്നതെല്ലാം തിരുന്തോറും കൊടുത്ത് പോഷിപ്പിക്കണേ അപ്പാ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളൊന്നും ശത്രു വിഴുങ്ങിക്കളയാൻ അനുവദിക്കാതെ ഓരോ മക്കൾക്കും കർത്താവ് കരങ്ങളിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. വാഹനയാത്ര, വഴിയാത്രയിലൊക്കെ കർത്താവ് കൂടിക്കണം. എല്ലാ യാത്രകളിലും ഓരോ മക്കളോടും കർത്താവ് കൂടെ ഇരിക്കണമേ. ആകാശം കയറി യാത്ര ചെയ്യുന്നവരുണ്ട്, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ പൊന്നുകരം ചേർത്ത് പിടിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെതായിട്ട് കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവകൃപയുടെയും വർഷമായി മാറട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, നീർന്ന ചില വേദനകളുടെ നടുവിൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പോൾ അവരോട് കരുണ തോന്നണമേ. മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. ആരാലും പരിഹരിക്കപ്പെടാൻ മേലാത്ത വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗമിറങ്ങി പ്രവർത്തിക്കണം. അതിനുമേൽ ഹല്ലേലൂയ വലിയൊരു തീർപ്പ് കൽപ്പിക്കണം. നിന്റെ ദൂതനെ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമേ, നീ വിഷയം ഏറ്റെടുത്തിരിക്കാൻ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയപ്പാ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ സമയം ഹല്ലേലൂയയുടെ ഭരണകൂടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്കായി നന്ദി പറയുന്നു. അവരെ ഏൽപ്പിച്ച ജോലികളൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാനവരെ സഹായിക്കണമേ. വിശ്വസ്തരായിരിക്കാൻ ഇടയാക്കണമേ. ദൈവഭയം കൊണ്ട് ഓരോ മക്കളെ നിറയ്ക്കണമേ. സുവിശേഷ വേലക്കാരെ ഓർക്കുന്നു. ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ കർത്താവ് നാളുകളിൽ ഓരോ മക്കളെയും എടുത്ത് ഉപയോഗിക്കണമേ. തടസ്സങ്ങൾ, മുടക്കങ്ങൾ മാറ്റണമേ. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം. അത് വളരണം, അത് ഉയരണം കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹാലിൽ ഞങ്ങളുടെ രോഗികളെ എല്ലാം തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, ഭവനത്തിലും ആശുപത്രിയിലുമായിരിക്കുന്ന മക്കൾ, കിടക്കയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ പാദപീഠത്തിൽ കൊണ്ട് തരികയപ്പാ.
ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട്, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട്, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട്. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവരുണ്ട്, ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്തവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ടപ്പാ സ്തോത്രം. ഉണങ്ങാത്ത വ്രണമുള്ളവരുണ്ട് കർത്താവേ, നീ അവരുടെ മുറിവിനെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം. അപ്പാ ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ടപ്പാ, ആസ്മ രോഗികളുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട് കർത്താവേ. അപ്പാ അല്ലെങ്കിൽ അലർജിയുടെ അസ്വസ്ഥതയാൽ ഭാരമുള്ളവരുണ്ടപ്പാ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ, പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയും അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ മഴയുടെ കാലഘട്ടത്തിൽ പനിയാൽ ചുമയാൽ ആമേൻ ദേശമൊക്കെയും ഭാരപ്പെടുന്ന കർത്താവേ, അനേകർ പനിയാൽ ചുമയാൽ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമേ, നീ മരുന്നും വൈദ്യനുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ഗിലെയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വരണം, ഓരോ രോഗക്കിടക്കയിലും കടന്നു ചെന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങൾ മറന്നാലും മറക്കാത്ത ദൈവം അവിടുന്ന് ഓരോ മക്കളുടെ മേലും ഹല്ലേലൂയ അദൃശ്യമാർന്ന കരമൊന്ന് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു, തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവ്, ഉദരബലത്തെ കാത്തുകൊള്ളണമേ. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. സർവ്വവല്ലഭനായ കർത്താവേ സ്തോത്രം. ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ യാതൊരു പോരുകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അടുക്കാതെ വേണം സ്വർഗ്ഗവരെ കാത്തുകൊള്ളുമാറാകണമേ അപ്പ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ സമർപ്പിക്കുകയാ. ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി അയക്കണമേ. ഓരോ ഹൃദയത്തിൻ്റെയും നിലവാരമറിഞ്ഞ് സഹായിക്കണമേ. ഹോവാ നല്ലവനെന്ന് രുചിച്ചറിയാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് നിങ്ങളെ നടത്തണം. പ്രാർത്ഥനയെക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.